Welcome, my dear friends. Today, let's learn some idiomatic expressions used in sentences. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ചില idiomatic expressions പഠിക്കാം. Idiomatic expressions are phrases or sayings that have meanings different from their literal words. ഇംഗ്ലീഷിൽ പ്രത്യേകമായ ശൈലിയിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളെയാണ് idiomatic expressions എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവയുടെ അർത്ഥം അതിന്റെ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. They are widely used in English to make conversations more natural and expressive. Let's explore some commonly used idiomatic expressions with their meanings and example sentences along with their Malayalam translations. നമുക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന ചില idiomatic expressionകൾ വാചകത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. We will begin today with the idiomatic expression once in a blue moon. This idiom refers to something that happens very rarely. വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ once in a blue moon എന്ന idiomatic expression ഉപയോഗിക്കാവുന്നതാണ്. Example: ഞാൻ എന്റെ നാട്ടിൽ വളരെ അപൂർവമായി മാത്രമേ പോകാറുള്ളൂ. I visit my hometown once in a blue moon. Piece of cake, something very easy to do. വളരെ എളുപ്പമായ ഒരു കാര്യത്തെയാണ് piece of cake എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൾക്ക് പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. The test was a piece of cake for her. Spill the beans, to reveal a secret. രഹസ്യം വെളിപ്പെടുത്തുന്നതിനെയാണ് spill the beans എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർപ്രൈസ് പാർട്ടിയുടെ കാര്യം അവൻ മുൻപേ തന്നെ വെളിപ്പെടുത്തി. He accidentally spilled the beans about the surprise party. Under the weather, it means feeling unwell. അതായത് അസ്വസ്ഥമായിരിക്കുക അല്ലെങ്കിൽ അസുഖമായിരിക്കുന്ന അവസ്ഥയെയൊക്കെ under the weather എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. അവൾക്കിന്ന് തീരെ സുഖമില്ല. She is feeling under the weather today. Hit the nail on the head, to say exactly the right thing. ശരിയായ രീതിയിൽ കാര്യത്തെ വ്യക്തമാക്കുക എന്നതാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെന്റൻസ്: അവന്റെ വിശദീകരണം തികച്ചും ശരിയായി കാര്യത്തെ വ്യക്തമാക്കി. His explanation hit the nail on the head. Burn the midnight oil, to work late into the night. അതായത് രാത്രി വളരെ വൈകിട്ടും ജോലി തുടർന്നുകൊണ്ടിരിക്കുക. അവൻ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ രാത്രി വളരെയേറെ നേരം ജോലി ചെയ്തു. He burned the midnight oil to finish the project. Bite off more than you can chew, to take on more work than you can handle. അതായത് തനിക്ക് കഴിയാവുന്നതിനപ്പുറമുള്ള രീതിയിൽ ജോലി ഏറ്റെടുക്കുന്നതിനെയാണ് bite off more than you can chew എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെന്റൻസ്: അവൾ അവൾക്ക് കഴിയാവുന്നതിലപ്പുറമുള്ള 2 ജോലികളാണ് ഒരേ സമയം ഏറ്റെടുത്തത്. She bit off more than she could chew by accepting 2 jobs at a time. Break the ice. It means to start or continue a conversation in a friendly or relaxed way to make people feel more comfortable. അതായത് ആളുകൾക്ക് കൂടുതൽ സമാധാനപരമായ അന്തരീക്ഷം നൽകുവാനായി സൗഹൃദപരമായ അല്ലെങ്കിൽ സുഖപ്രദമായ രീതിയിൽ ഒരു സംഭാഷണം ആരംഭിക്കുക അല്ലെങ്കിൽ തുടരുക. ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ബ്രേക്ക് ദ ഐസ് എന്ന idiomatic expression ഉപയോഗിക്കാവുന്നതാണ്. മാനേജർ യോഗത്തിൽ സൗഹൃദപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഒരു തമാശയിലൂടെ യോഗം ആരംഭിച്ചു. The manager started the meeting with a joke to break the ice. A blessing in disguise, something good that seemed bad at first. ആദ്യം ദോഷകരമായി തോന്നിയെങ്കിലും ഒടുവിൽ നല്ലതായി മാറുന്ന അനുഭവത്തെ നമുക്ക് a blessing in disguise എന്ന് പറയാം. സെന്റൻസ്: ആ ജോലി നഷ്ടപ്പെടുന്നത് ഒരു വിധത്തിൽ അനുഗ്രഹമായിരുന്നു. Losing that job was a blessing in disguise. Cut to the chase, to get to the point without wasting time. നേരെ പ്രധാന വിഷയത്തിലേക്ക് പോവുക. അതും ഇതും പറഞ്ഞ് സമയം കളയാതെ നമുക്ക് പ്രധാന കാര്യം ചർച്ച ചെയ്യാം. Let's cut to the chase and discuss the main issue. Jump the gun. This idiom refers to acting hastily or before the proper time. അതായത് ഒരു കാര്യം അതിന്റെ ശരിയായ സമയത്തിനു മുൻപേ തന്നെ ചെയ്യുക. ഔദ്യോഗിക അറിയിപ്പിന് മുൻപ് തന്നെ അവൾ തന്റെ സ്ഥാനക്കയറ്റത്തെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തി. She jumped the gun by announcing her promotion before the official notice came. A stitch in time saves 9. This idiom means taking timely action to prevent bigger problems later.
അതായത് സമയോചിതമായ ഇടപെടൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു. കാറിൽ നിന്നും അസാധാരണമായ ഒരു ശബ്ദം വന്നപ്പോൾ ഉടൻ തന്നെ അവൾ ഒരു മെക്കാനിക്കിനെ വിളിച്ചത് വലിയൊരു അപകടം ഒഴിവാക്കാൻ സഹായകരമായി. She called the mechanic immediately when the car made a strange noise. A stitch in time saves 9 and it prevented a major breakdown. My dear friends, that's all for today's class. In this video, we covered some of the most common idiomatic expressions and their meanings with examples. ഇന്ന് നമ്മൾ വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന കുറച്ച് idiomatic expressions എങ്ങനെയാണ് വാചകത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് പഠിച്ചു. Start using these expressions in your daily conversations to sound more fluent and natural. നിങ്ങളുടെ സംസാരത്തിൽ ദിവസവും ഈ പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങളുടെ ഇംഗ്ലീഷ് കൂടുതൽ സ്വാഭാവികവും ആകർഷകവും ആക്കൂ. Thank you for watching. If you enjoy my classes, please subscribe to my channel and share it with others. Don't forget to press the bell icon to receive notifications about my upcoming classes. Thank you for your support. Have a wonderful day.